വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം മുൻ വയനാട് MP രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചത് വയനാടിന് ആശ്വാസമേകി. വയനാട്ടിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രതിരോധ മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും സംസാരിച്ചതായി പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനും വൈദ്യസഹായത്തിനും സാധ്യമായ എല്ലാ പിന്തുണയും നൽകാനും നഷ്ടപരിഹാരം ഉടനടി അനുവദിക്കാനും സാധ്യമെങ്കിൽ നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നത് പരിഗണിക്കാനും ഞാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ദുരിതബാധിത പ്രദേശങ്ങളിൽ സുപ്രധാന ഗതാഗതവും ആശയവിനിമയവും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും ദുരിതബാധിതരായ കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുന്നതിനു പുറമെ ദുരിതാശ്വാസം എത്രയും വേഗം സജ്ജീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്ത് ഉരുൾപൊട്ടലിൽ ഭയാനകമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ മാപ്പ് ചെയ്യുക, ലഘൂകരണ നടപടികൾ സ്വീകരിക്കുക, പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതി വികസിപ്പിക്കുക എന്നിവ അടിയന്തിരമായി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം വയനാട്ടിലെ മേപ്പാടിക്ക് സമീപമുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ ഞാൻ അഗാധമായി വേദനിക്കുന്നുവെന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എന്റെ ഹൃദയംഗമായ അനുശോചനം അറിയിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ഈ വിഷയം രാജ്യസഭയിൽ CPIM ഉപനേതാവ് ജോൺ ബ്രിട്ടാസ്, V ശിവദാസൻ, A.A. റഹീം, P സന്തോഷ് കുമാർ, ജോസ് കെ മാണി തുടങ്ങിയവർ വയനാട് വിഷയം ഉന്നയിച്ചിരുന്നു. അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ നിരാകരിച്ചു. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും സഭയിൽ ചർച്ചയുടെ ആവശ്യമില്ലെന്നുമാണ് ധൻകർ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞത്. തുടർന്ന് ശൂന്യവേളയിലേക്ക് കടക്കാൻ സഭാധ്യക്ഷൻ ശ്രമിച്ചു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ശക്തമായ പ്രതിഷേധമാണ് സഭയിൽ ഉയർത്തിയത്. വലിയ ദുരന്തമാണ് സംഭവിച്ചതെന്നും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അവ എത്തിക്കേണ്ടതുണ്ടെന്നും ചർച്ച അനുവദിക്കണമെന്നും MP-മാർ തുടർന്നും ആവശ്യപ്പെട്ടു. ഇതോടെ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ വന്നുകണ്ട MP-മാർക്ക് സംസാരിക്കാൻ അവസരം നൽകാമെന്ന് ധൻകർ അറിയിച്ചു. കേന്ദ്രം ഉണർന്നു പ്രവർത്തിക്കണമെന്നും പ്രതിരോധ, ആഭ്യന്തര, ധനവകുപ്പുകൾ മുൻകൈയെടുക്കണമെന്നും തുടർന്ന് സംസാരിച്ച ജോൺ ബ്രിട്ടാസും പറഞ്ഞു. ബജറ്റിൽ പ്രത്യേക പ്രളയ സഹായം അനുവദിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നും 500ഓളം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചതെന്നും V ശിവദാസൻ, A.A. റഹീം, P സന്തോഷ് കുമാർ, ജോസ് കെ മാണി തുടങ്ങിയവർ വ്യക്തമാക്കി. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും MP-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ ദുരന്തമാണ് സംഭവിച്ചതെന്നും കേന്ദ്രം സഹായമൊരുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞു. കേരളത്തിനാവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം ഉറപ്പുവരുത്തുമെന്ന് സഭാ നേതാവ് കൂടിയായ ആരോഗ്യമന്ത്രി JP നദ്ദ മറുപടിയായി പറയുകയുണ്ടായി.